നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിന്റെ തന്നെ ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പൊ മൈൻക്രാഫ്റ്റ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡയമണ്ട് മൈൻ ചെയ്യാൻ പോവല്ലേ ബി? ഡയമണ്ട് മൈൻ ചെയ്യാൻ പോയിരിക്കും ഗൈസ്. നമുക്കൊരു കേവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ വന്നപ്പോ കണ്ട കേവ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ കേവ് ഇവിടെ ആയിട്ടൊരു കേവ് സ്പോട്ടഡ് ആയിട്ടുണ്ട്. കേവേ ആ കേവിനകത്തോട്ടാണ് ഈ കേവല്ല അത് ഇതൊന്നുമല്ല കേവൊക്കെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് ഗൈസ് നമ്മൾ അയൺ ആർമർ കണ്ടില്ലേ ഗൈസ്? നമ്മുടെ ഇങ്ങോട്ട് വന്ന് നമ്മളിന്ന് അപ്ഗ്രേഡ് ചെയ്ത് നമ്മളൊരു വീട് ഉണ്ടാക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ. നമ്മുടെ ഇതാ ഗൈസ് എന്തുവാ നമ്മളോട് ട്രുട്ട് കൊണ്ട് പറയാൻ മറന്നു പോയി. ഇതാണ് ഗൈസ് നമ്മുടെ വീട്. കാണാത്ത സാധനം ഉള്ളിട്ട് വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഗൈസ് കണ്ടേ ഇത് തന്നെയാണ് നമ്മൾ കണ്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയില്ല നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടെ നമുക്ക് പെട്ടിക്കകത്ത് അവരുടെ ആർമർ ഉണ്ട് ഗൈസ്. നമ്മുടെ ഇഷ്ടം പോലെ ആർമേഴ്സും ഷീൽഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വേറെ വഴി ഉണ്ടായിരുന്നല്ലോ അത് അയൺ ഫാമിന്റെ ഇതൊക്കെ വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. എന്റെ ഭഗവാനെ ഞാൻ ചത്തു. അയ്യോ എന്നെ ഞാൻ വെളിയിൽ നിൽക്കുക. നീ ബാ, ഇവിടെ ഒരു ക്രീപ്പറും ഇല്ല ഒരു റൂപ്പറും ഇല്ല. ബാ ഗൈസ്. അപ്പൊ നമുക്ക് ഡയമണ്ട് മൈനിങ് എന്നൊക്കെ പറഞ്ഞ ഇവിടെ അല്ല ഗൈസ്. ഏകദേശം സെറ്റ് ആയല്ലയോ നമ്മള്? മറ്റേ വീറ്റിന്റെ കുറച്ച് നിക്ക് ഞാൻ എവിടെങ്കിലും ഒന്ന് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തോട്ടെ. മൈനിങ് ഏരിയ എന്നൊക്കെ പറയുമ്പോൾ ഗൈസ് നമ്മുടെ മൈനിങ് ഏരിയ ഡയമണ്ട് ഒക്കെ കാണുമ്പോൾ 100% ഉറപ്പുണ്ട് ഗൈസ് എനിക്ക്. ഇല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് ആയിരിക്കും. നമുക്ക് അച്ചീവ്മെന്റ് ഒക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇത് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ്. അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടോ അറിയില്ല. നീ എവിടെ ഇതൊക്കെ ഞാനൊരു ഹാൾ ഉണ്ടാക്കി പരീക്ഷിച്ചതാണ്. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഈ അണ്ണെന്ന് വെച്ചാൽ എമറാൾഡ് കൊടുത്ത് നമുക്ക് ഒരു സാധനം തരും. എമറാൾഡ് എടുത്താൽ ഡയമണ്ട് എൻചാന്റ് ചെയ്ത് തരും ഗൈസ്. പിന്നെ ഇവിടെ തന്നെ ഈ ബുക്ക് കൊടുത്ത് എമറാൾഡ് തരും. അപ്പൊ അതൊക്കെ വേണ്ടി നമുക്ക് എമറാൾഡ് ഒപ്പിക്കണം. അയ്യ ബാടി ഇപ്പൊ നമുക്ക് കിട്ടിയ ചേട്ടാ ഇങ്ങനെ ഭയങ്കര കേവ് എനിക്ക് നമ്മൾ വന്ന വഴി അതാന്ന് തോന്നുന്നു. അപ്പൊ അതുവഴി വല്ല ആയിരിക്കും കേവ്. നമ്മൾ കണ്ടത് ഏത് കേവ് എനിക്ക് ഓർമ്മയില്ല. എന്റെ ഹങ്കർ ഭയങ്കരമായിട്ട് കൂടും. ബ്രെഡ് തീർന്നു. ഇതാണ് ഗൈസ് ഞാൻ പറയുന്ന കേവ്. ഈ കേവിലോട്ട് ഇറങ്ങാൻ ഇച്ചിരി പാടായി. അബിയെ കേവിലോട്ട് ഇറങ്ങുന്നതിനും അബിയേ എവിടാ എടി കേവിന്റെ അങ്ങോട്ട് ചാടി ഇറങ്ങല്ലേ. ഇത് സർവൈവലാ. അതിന് മുമ്പ് നമുക്ക് വേണ്ട മാറി നിക്ക്. നമ്മൾ ഇറങ്ങുന്ന ബോട്ടിലാണെങ്കിലും കയറുന്നത് എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. അതിനുവേണ്ടി ഇങ്ങോട്ട് അടിച്ച് വെള്ളം അടിക്കുക. ആ വെള്ളം സ്പ്രെഡായി അതിൻ്റെ അടി വരെ പോണം. അടിയിലെത്തിയോ? എന്നിട്ട് ഞാൻ കണ്ട് ഈ ബോട്ട് വെക്കാം. ഈ ബോട്ടിനകത്തോട്ട് നീയും കൂടി കയറ് ബോട്ടിൽ കയറി ഗൈസ് ഞാൻ ബോട്ടിലാണ്. നമുക്ക് തന്നെ ഈ ബോട്ടും കൊണ്ട് താഴോട്ട് പോവാം. ലാവലോട്ടാണ് വീഴുന്നത് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടി അബി ഇവിടെ അമ്പ് ഇവിടെ താഴെ പെട്ടെന്ന് ഇറങ്ങടി. ഷീൽഡ് പിടി ഇവിടെ എവിടെയല്ല ഇങ്ങോട്ട് പോ. ഇവിടെ ലാവയൊക്കെ ഉണ്ട്. അതുകൊണ്ട് മറ്റേ സാധനം അല്ലേ ഇത്? എടി മറ്റേ സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നിക്ക് ഞാൻ അത് പോയി എടുത്തോണ്ട് വരാം. നിക്കേ മാറിക്കോ. എനിക്ക് കൺട്രോൾ പോയാൽ ഞാൻ താഴെ കിടക്കും. 1 2 3 4 ഇത് എവിടാ? അത് അടിയിലോട്ടാ.
ഇവൻ ദേണ്ടേ പുറകീന്ന് ദേണ്ട പന്നെ 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 പോടാ നീ പോടാ നീ പോടാ പോടാ നീ പോ വാ 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 ഹെൽത്ത് ഒക്കെ ഫുൾ ആക്കിക്കോ. എടി ഡയമണ്ട് ആവുമ്പോ നമുക്ക് ഗോൾഡ് കിട്ടി. നമുക്ക് ഗോൾഡൊക്കെ എവിടുന്നാ? ഇവിടുന്ന് വെള്ളമൊന്നും എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ബാ ബാ ഈ ഗോൾഡ് ഒക്കെ എടുത്തോ. അവിടെ പിന്നെ ഒരു ഗോൾഡ് ഇരിക്കുന്നു. ഗായ്സ് ഗോൾഡ് കിട്ടി ഗായ്സ്. ഫസ്റ്റ് ആയിട്ടൊക്കെയാണ് ഈ ഗോൾഡ്. വിച്ചു ഉടങ്ങി വിച്ചു. ഈ ലാവേനെ കുറച്ച് എടുത്തോ. ലാവേനും എടുക്കാൻ പറ്റുന്നില്ല. എന്താണ് ഈ വെള്ളത്തിൽ കയറി അങ്ങ് പോയിക്കോണ്ട്. അവിടെ സോംബി എന്ത് ചെയ്യേ കൊല്ലേ. സോഡ് വെച്ചടി വാ അയ്യോ എടി എന്തോ എടി പിക്കാക്സ് വെച്ചല്ലടി കുട്ടി അടിക്കുന്നേ. അതിനകത്ത് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തോ. ബാ 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 ഇതുവഴി തന്നെ ആണേ വന്നേന്ന് അറിയാൻ വേണ്ടി ടോർച്ചൊക്കെ എൻഡർമാന്റെ മുഖത്തോട്ട് നോക്കായിരുന്നത്. ഇവിടെ ഡയമണ്ട് നിക്കുന്നു. എൻഡർമാന്റെ കണ്ണിലോട്ട് നോക്കല്ലേ. എന്നാ പിന്നെ അങ്ങനെ ഒരു ശല്യം. ഞാൻ എൻഡർമാന്റെ കണ്ണിലോട്ട് നോക്കിയെന്ന് തോന്നുന്നു കേട്ടോ. ഡയമണ്ട് അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നേ. എന്റെ ദൈവമേ നമ്മൾ ആഗ്രഹിച്ചവർക്ക് പക്ഷേ ഒന്നു മാത്രം ഒരുപാട് വട്ടം ആഗ്രഹിച്ചവർ അത് നേടിയെടുത്തിരിക്കും. ഞാൻ ചത്ത്. ബാ 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 എവിടെയാണ് ഒരു മറ്റൊരു തള്ള കേട്ടോ. ഞാൻ പിന്നെ ചത്ത്. എടി എങ്ങനെങ്കിലും ഒരു ഷീൽഡ് ഒപ്പിക്ക് എങ്ങനെങ്കിലും. ആ തള്ള പിന്നെ എറിയുന്നു വേണ്ട കൊത്ത് പോടാ തള്ളെ ചത്ത് എൻഡർമാൻ നമുക്ക് വലിയ ശല്യം. ഈ തള്ളെ കൊണ്ട് ഈ തള്ളാണെങ്കിൽ ലായ ഒഴിക്കാൻ പറ്റും. തള്ളേ അയ്യോ തള്ള ചാവും. എടി അപ്പൊ ഈ തള്ളേടെ അടുത്ത് നോറി. തള്ളെ കൊന്നു. ഇനി ഈ ചുള്ളന്മാരെ എങ്ങനെങ്കിലും ഒക്കെ നമുക്ക് നടത്താം. അയ്യോ എൻഡർമാന്റെ കണ്ണിലോട്ട് നോക്കല്ലേ ആ പന്നൻ. ഇട്ടോ ഡ്രസ്സില്ല ഓറഞ്ച് സാധനം ഒന്നും കാണുന്നില്ല. കുറച്ചൊക്കെ വേണ്ട അടി കിടക്കുന്ന ഷീൽഡ് പോയി. വെറുതെ വന്ന് അടിയുണ്ടോ ചത്ത് കിടക്കും. ക്രിയേറ്റീവ് ഇടയ്ക്കൊക്കെ പറയുന്നതാണ്. ആ ലാവ അങ്ങ് മൂട്. നീ ചത്തോടി. ഡയമണ്ട് എന്റെ കണ്ണുമ്പോ ഇരിക്കും. അത് സാധനമൊക്കെ ഒന്ന് പറക്കിയിട്ടൊന്ന്. എടി ഡയമണ്ട് എടി ആ സ്കെൽറ്റനെ കൂടി പന്നെ ഈ ഡയമണ്ടിന്റെ മണ്ടക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ കൊല്ലുകൂടാം പന്നെ. ഡയമണ്ട് നിൽക്കാതെ അയൺ പിക്കാക്സ് വെച്ച് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. നിന്റെ അയൺ പിക്കാക്സ് ഉണ്ടോ? ഇന്ന എന്റെ 2 എണ്ണം ഉണ്ട്. ഞാൻ നിനക്ക് ഒരെണ്ണം ഡ്രോപ്പ് ചെയ്ത് തരാം. അടക്കുന്നു പെട്ടെന്ന് അടക്കണം. നമുക്ക് പൊട്ടിക്കാം. നീ ഈ അറ്റത്തുള്ളത് പൊട്ടിക്കും, ഞാൻ ഈ അറ്റത്തുള്ളത് പൊട്ടിക്കാം.
ആ നീ ആ അറ്റത്തുള്ള ഞാൻ പൊട്ടിക്കുക. ഫസ്റ്റ് ഡയമണ്ട് ഏതാണ്ട് അതിന്റെ മണ്ടക്ക് ഇനിയും കുറെ ഉണ്ട്. നിക്ക അതൊക്കെ എടുക്കാൻ നിക്ക. ഞാൻ പോയി എടുത്തോണ്ട് വരാം. നീ ഉമ്മാരെ തീർക്കാവോ? വെട്ടാൻ തരാം. പോടാ പോടാ തന്നെ ഞങ്ങൾക്ക് ഡയമണ്ട് കിട്ടിയടാ. ഇനി നീ ഞാൻ ചാവാറായി. ഒറ്റൊരു ഹെർത്തും കൂടി ഉള്ളടി. അപ്പൊ ഞാന് കൊല്ലി കൊല്ലി ആ എടി എടി ആ അഭി ഡയമണ്ട്സ് എങ്ങനെങ്കിലും എടുക്കടി അഭി. കഷ്ടപടി അഭി. എന്താ ഡയമണ്ട് അടി. ഓ ഒരു ടോർച്ച് പോലും ഇല്ലേ പന്നെ. എന്റെ 16 ടോർച്ച് ഉണ്ട്. ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്യാന്ന് എനിക്കറിയത്തില്ല. എടി എന്ത് ചെയ്യാ ടോർച്ച് എന്ത് ചെയ്യടി. ഞാൻ പോയ ടോർച്ചൊക്കെ ഒന്ന് എടുത്തോണ്ട് വിട്ട്. നിനക്ക് ഞാൻ ചത്തപ്പോൾ എന്റെ ഡയമണ്ട് കിട്ടിയോ? ഓ ക്രീപ്പർ എന്നെ കൊന്നു. ഡയമണ്ട് ഒക്കെ നീ കിടക്കും. നീയാണോ ഡിയവി ചത്തേ? ആ സാധനം പോയിട്ട് ഞാനും ചത്ത്. ഓ ഈ സാധനം എടാ ഷീൽഡിന്റെ അടുത്ത് കയ്യിലുണ്ടായിട്ട് കൊന്നോ വെട്ടം എനിക്കൊന്നും വെട്ടം. എനിക്ക് 17 വെട്ടം കിട്ടി. എന്നാ കുറച്ചേരം വെട്ടം എടുത്ത് കൈ പിടിച്ച 17 വെട്ടം. ഞാൻ തന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തായിരുന്നല്ലോ. ഇന്ന അയ്യോ 17 എണ്ണം നിനക്ക് ഡ്രോപ്പ് എടുക്കല്ലേ അത്. എടി അതിലെ കുറച്ച് എനിക്ക് ഡ്രോപ്പ് ചെയ്താടി. ആ എനിക്ക് കുറച്ച് ഡ്രോപ്പ് ചെയ്. മതി വാ ഇവിടെ നമ്മുടെ ഡയമണ്ട് കണ്ടു. എനിക്ക് എന്റെ ഡയമണ്ട് വേണം. എന്റെ ഡയമണ്ട് ഗായ്സ്. ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ ബോട്ട്. എന്റെ ഡയമണ്ട് അതേണ്ട മണ്ടക്ക് ഇഷ്ടം പോലെ ഡയമണ്ട് ഇരിക്കുമ്പോ ഞാൻ കിട്ടിയോ? അപ്പൊ തന്നെ ഒരു തന്നെ പഠിക്കാൻ നോക്കുന്നു. ആ നിക്ക് പോടാ 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 എനിക്ക് ഡയമണ്ട് കിട്ടി. ഇനി ഞങ്ങൾ ഇവിടെ ഫുൾ ഡയമണ്ട് കളക്ട് ചെയ്ത് അഭി ഇനി മറ്റേ അഭി ഇവിടുന്ന് ഈ കണ്ട സാധനങ്ങളൊക്കെ പൊട്ടിച്ചോ. നമ്മൾ കൊണ്ടുവന്ന സാധനമൊക്കെ തീർന്ന്. എടി അഭി ഒരു പിക്കാക്സ് ഉണ്ടോടി? എടി ഒരെണ്ണം താടി. ഡയമണ്ട് ഞാൻ പോയി പൊട്ടിച്ചോണ്ട് വരാം. നീ സോഡ് വെച്ച് ഇവിടെ ആൾക്കാരെയൊക്കെ തീർക്കും. ഞാൻ അപ്പത്തേക്കും ഡയമണ്ട് പോയി പൊട്ടിച്ചോണ്ട് വരാം. ഓക്കെ ഇന്ന ഞാൻ അപ്പത്തേക്ക് ഇത് കേറാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ പൊട്ടിക്കട്ടെ. ഇടയ്ക്ക് പോവാല് പോരായിരിക്കുമല്ലോ. മണ്ടക്കോട്ട് കേറി കുറച്ച് എന്തുവാ ഡയമണ്ടോ? 2 നമുക്ക് പോരാ. ഞാൻ പോയി സാധനങ്ങളൊക്കെ എടുത്തോണ്ട്. അതുകൊണ്ട് ഇവിടെ കുറച്ച് റെഡ് സ്റ്റോൺ ഒക്കെ ഇരിക്കും. എടി നിനക്ക് എന്താടി? ഡയമണ്ടൊക്കെ എടുത്തോണ്ട് ഓട് നമ്മടെ പുറകിൽ വരുന്നുണ്ട്. അക്കച്ചിന്റെ കയ്യിലുള്ള സാധനമൊക്കെ നിന്റെ കയ്യില് സാൻഡ് മറ്റേ ഇതുണ്ടോ ഡേർട്ട്? അവിടെ നിന്റെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. നിന്റെ ഡേർട്ട് ഉണ്ടെങ്കിൽ അതെനിക്ക് ഡ്രോപ്പ് ചെയ്യേ. എന്റെ ഈ സാധനം ഒന്നുമില്ല. ഞാൻ തന്നെ മണ്ടക്കത്ത് ഡയമണ്ട് എന്റെ കയ്യിലുണ്ട്. നിന്റെ കയ്യിലെന്നാ ശരിയാവത്തില്ല. ഇന്ന് ഞാൻ സോഡ് മണ്ടക്കൊന്ന് ഡ്രോപ്പ് ചെയ്തേരാം.
കിട്ടിയോ? അയ്യോ തീരാറായി. മൈ ഗോഡ്. ഓ മൈ ഗാഡ്. ഇവിടെ ഇരുന്നിട്ട് ഗൈസ് ഇങ്ങനെ Oh my diamond is here. Oh my diamond is here. My diamond is. പട്ടി. എവിടെ നിന്റെ മണ്ടയ്ക്ക് നേരത്തെ തള്ളി താഴെ ഇട്ടേ. പന്ന കൊച്ചു സോംബി. എടി. ഞാൻ ഡയമണ്ടിന്റെ അടുത്ത് എത്തിയതാ. അപ്പത്തേക്കും പറഞ്ഞു. അയ്യോ അഭി നിന്നെ സോംബി കൊന്നല്ലേ. പന്ന നേണ്ട എന്റെ അടുത്തോട്ട് വരുന്നു. കൊച്ചു സോംബി അവന്റെ പറയുന്നില്ലോ. ഇനി നമ്മൾ ഒന്നേന്ന് വെച്ച് കേറണം ഗൈസ്. അപ്പൊ മണ്ടയ്ക്ക് ഇഷ്ടംപോലെ ഡയമണ്ട് ഞാൻ ഇവിടെ ബ്ലോക്ക് ചെയ്ത് ഗൈസ്. ഓക്കെ ഇവിടൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. കാരണം ഇവിടെ നിന്നാണ് ഈ സാമാൻ ഒറിജിനേറ്റായി കയറി അവിടെ സ്പോണർ ഉണ്ടായിരിക്കും. നമുക്കിനി മണ്ടയ്ക്കോട്ട് കയറാം. കട്ട തീരാറായി. അയ്യോ തീർന്നു ഗൈസ് കട്ട. എന്റെ ഡയമണ്ട് എന്റെ അടുത്ത് നിൽക്കുന്നതല്ല. ഈ കട്ട ഉണ്ട്. ഈ കട്ട നമുക്ക് പട്ടി. അവൻ ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല. ഇവിടെ ഒക്കെ ഇങ്ങനെ ആക്കാൻ അല്ലെങ്കിൽ ഡയമണ്ട് താഴോട്ടങ്ങനെ പോയാ ഡയമണ്ട്. ഓ അത് പൊട്ടിക്കുമ്പോ പിന്നെ ഡയമണ്ട് അത് പൊട്ടിക്ക് പിന്നല്ലാതെ 6 ഡയമണ്ട് അവിയെ 6. അതുകൊണ്ട് അവന്റെ പഞ്ഞ പട്ടി എന്നെ തെളിയിടാൻ നോക്കുക. അന്നാണ് ഉണ്ടാക്കി. ഡയമണ്ട് കിട്ടി. അയ്യോ ഹലോ ഇവിടെ പെട്ട് അവൻ ചാവ്. താഴെ ഒരു പടം നമ്മളെ താനെ എങ്ങനെയാണ്ടൊക്കെ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഡയമണ്ടിൻ്റെ കയ്യിൽ തന്നെ വന്നു. കാരണം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് പോയി ഗൈസ്. എന്തോ പറ്റിയാണെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടുപോയി സുഹൃത്തുക്കളെ. ഗൈസ് അബി ഇതിനിടയ്ക്ക് എന്തോ പറ്റിയെന്ന് ചോദിച്ചാ ഒന്നും പറ്റി. അബി ചത്ത് ഗൈസ്. ചത്തിട്ട് അതും നമ്മുടെ വില്ലേജിൽ പോലും അല്ലേ ഈ സ്പോണായി. വേറെ ഏത് സ്ഥലത്താണ്. അത് ചെറിയ പ്രോസസ്സിന്റെ അവിടെ. അപ്പം അതുകൊണ്ട് വെട്ടം രാവിലെ ആവുന്നുണ്ട്. ഇമാര് വൈഫൈ ചാവുന്നുണ്ട്. പക്ഷെ ഫുള്ള് ചാവത്തില്ല ഗൈസ്. താഴെ ഒരു വീഡിയോ ഇടയ്ക്കിടയ്ക്ക് പോസ് അങ്ങനെ കേസ് നമുക്ക് ഇതൊന്നും നടക്കത്തില്ല കേസ്. ഞാൻ കണ്ടപ്പം ഈ ബ്ലോക്കൊക്കെ കുറച്ച് പൊട്ടിക്കുകയാണ്. ഇത് വെച്ച് നമുക്കത് സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയാണ് കേസ് പറയുന്നത്. ഇതിൻ്റെ മണ്ടയ്ക്കുള്ള ഈ ഒരു സാധനം വെച്ചിട്ടാണ്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തേക്കാം. നമ്മൾ ഇഷ്ടം പോലെ പൊട്ടിച്ചെടുത്താണ്. പക്ഷെ നമ്മൾ എവിടാണ്ടൊക്കെ വെച്ച് ചത്ത് കേസ്. അതെല്ലാം പോയിട്ടുണ്ട്. സാധനം കൂടി ഒന്ന് റിക്കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു കേസ്. പക്ഷെ ഇത്രയും ഡയമണ്ട് കിട്ടിയോണ്ട് ഞാൻ പിന്നെ ഡയമണ്ട് സേഫ് ആക്കാൻ വേണ്ടിയാണ് കേസ് പിന്നെ നമ്മൾ അന്ന് ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്കത്തെ വിഷ്വൽസ് ഒന്നും കിട്ടിയിട്ടില്ല കേസ്. ഇതെങ്ങനെയായിരുന്നു നമ്മളിത് എവിടെ കൊണ്ട് വെച്ച് എങ്ങനെയായിരുന്നു? ഇതാണോ വെള്ളമല്ല? നമ്മൾ ഇവിടോട്ട് അങ്ങനെ ലോങ് അറിയില്ല. നയിപ്പുണ്ടോ നടക്ക്? ചത്തോ പോയോ എന്തോ? അബി ഇടയ്ക്ക് ചത്ത്. നമ്മുടെ ഇവിടുത്തെ അബി റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തോ?
ഇല്ല ഞാനാണ് ചത്തിട്ട് ആദ്യം വന്ന സ്ഥലത്ത് വന്നിട്ട് ഞാൻ പിന്നെ നമ്മൾ ഈ വേൾഡ് അവിടുന്ന് കുറെ ദൂരമുണ്ട് ഗൈസ്. അതുകൊണ്ട് ഗൈസ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കും. ഞാൻ ആദ്യമേ ഒന്ന് റീസ്പോൺ വേണ്ടി സെറ്റ് ചെയ്തു. നിനക്കൊരു പാൻറ്റും കൂടി അല്ലേ? അബി നീ വെളിയിലോട്ട് വാ. വെളിയിലാ ഞാൻ. ഞാൻ വേണ്ട അവിടുന്ന് ഇപ്പൊ. അയ്യോ എന്റെ ഫുൾ ഹെൽത്താ. പാൻറ് അപ്പൊ നമ്മള് ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് നമ്മള് സെറ്റ് ചെയ്തിരിക്കുന്ന എന്താണ് നമ്മുടെ ഡയമണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമ്മളെ കൊണ്ട് സെക്കൻഡ് പാർട്ടിൽ തന്നെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഒപ്പിക്കാൻ പറ്റുമെന്ന്. ഡയമണ്ട് ഷോ കാണി. പിന്നെ നമ്മുടെ സ്പൈ ഗ്ലാസ് എടുത്തോടി. അതാണ്ട് അത് വെച്ച് ഇങ്ങനെ നോക്കും. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ വേണ്ട 11 ഡയമണ്ട്. 11 ഡയമണ്ട്. എടി അതിന്റെ ലൈഫ് തീർക്കാതെ. അപ്പം എന്താണ് നമ്മുടെ ഇന്നത്തെ ഈ ഒറ്റ വീഡിയോക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ആഴ്ച ആയിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത്. എന്തായാലും അടുത്ത ആഴ്ച വരുന്നത് ഞാൻ പറഞ്ഞുതരാം. കാരണം സ്കൂളുണ്ട് ഗൈസ്. ഇപ്പം ഞാൻ ശനിയാഴ്ച വീഡിയോ എടുക്കും, ഞായറാഴ്ച എഡിറ്റ് ചെയ്തിടും. അങ്ങനെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ പഠിക്കാനും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഗൈസ് ഇപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ കുറയുന്നത്. അപ്പോൾ എന്നെ അടിച്ചടി എൻ്റെ ഷീൽഡ് ഉണ്ട്. അടിയടി അടി കൊള്ളത്തില്ല. ഇപ്പൊ കൊള്ളു. ഗൈസ് അപ്പൊ അബിയും ഗൈസ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഗൈസ് പുതിയൊരു ഗസ്റ്റും കൂടി കാണുമെന്ന്. അവൻ ഇന്ന് ജോയിൻ ആവാൻ പറ്റിയില്ല. അടുത്ത ആഴ്ച അവനും മിക്കവാറും കാണും ഗൈസ്. അവൻ കണ്ട് ഇരിക്കും ഗൈസ്. ഓക്കെ അപ്പൊ ഗൈസ് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ടാറ്റ ടേക്ക് കെയർ. ഓക്കെ അപ്പൊ ടാറ്റ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ടുട്ടു പറ. ടുട്ടു ബെല്ലടിച്ച് പൊട്ടിക്കാനാണ് ടുട്ടു പറയുന്നത്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. അപ്പം അബി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഓക്കെ അപ്പൊ ടാറ്റാ.